السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുനാഫിഖൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. നാം ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാകുന്ന സമ്പൽ സമൃദ്ധിയിലും ഭൗതിക സുഖാഡംബരങ്ങളിലും മതിമറന്നു പോവുകയും തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് അശ്രദ്ധയിലായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ, അത് മനുഷ്യജീവിതത്തിലേറെ നഷ്ടമുണ്ടാക്കുമെന്നാണ് ഖുർആൻ ഉണർത്തിയിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സത്യവിശ്വാസികളോട് അല്ലാഹു തആല സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിനെ കുറിച്ച ഓർമ്മയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയാതിരിക്കട്ടെ. ആരെങ്കിലും അങ്ങനെ ശ്രദ്ധ തിരിച്ചു കളയുന്ന പക്ഷം അവർ നഷ്ടക്കാർ തന്നെയാണ് എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകണം. ഇവിടെ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് വരണമെന്ന് മാത്രമല്ല ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്, മറിച്ച് ജീവിതത്തെ മുച്ചൂടും മതിച്ചു കളയുന്ന സമ്പത്തിനെ സംബന്ധിച്ചുള്ളതായ ഓർമ്മയിൽപ്പെട്ട് അല്ലാഹുവിനെ മറക്കുന്നതിനെ പറ്റിയാണ്. ആ സമ്പത്തിനെ കുറിച്ചുള്ളതായ ഓർമ്മ നമസ്കാരത്തിന് കൈകെട്ടിയാലും പലപ്പോഴും മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് വിട്ടുപോകാറില്ല. ഇത് കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും മാത്രമുള്ളതല്ല, മറിച്ച് ഉദ്യോഗസ്ഥർക്കും മറ്റിതര ആളുകൾക്കുമെല്ലാം ബാധകമാണ്. നമസ്കാരത്തിന് കൈകെട്ടിയാൽ താൻ ക്ലാസ് നടത്തുന്ന ക്ലാസ് മുറിയിലെ അടുത്ത വർക്ക് എന്താണ്, അല്ലെങ്കിൽ തന്റെ ഓഫീസിലെ അടുത്ത ചുവട്, അടുത്ത ഫയൽ എന്താണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കളിപ്പാട്ടത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ ഭാവിയെയും സംബന്ധിച്ചുള്ളതായ ചിന്തകൾ, അടുത്ത സാലറി കിട്ടിയാൽ ചെയ്യേണ്ടുന്ന പദ്ധതികൾ, ഇങ്ങനെ ഭൗതിക ലോകത്ത് മനസ്സ് പ്രണയിച്ച കാര്യങ്ങളാണ് പലപ്പോഴും നമസ്കാരത്തിൽ നമ്മൾക്ക് ഓർമ്മ വരാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ നിലയിൽ മനസ്സ് ദുനിയാവിന്റെ ജീവിതത്തിൽ കുടുങ്ങി യഥാർത്ഥ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് അല്ലാഹു തആല ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. ഈ ഉത്ബോധനം എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. നമ്മളുടെ ജീവിതത്തിന്റെ ഒരു രംഗത്തും അല്ലാഹുവിനെ മറക്കാൻ പാടില്ല എന്നുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന് മരണം വരുമ്പോൾ അവന്റെ ആഗ്രഹം എന്തായിരിക്കും? വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. നമ്മളിൽ ഒരാൾക്ക് മരണം വരുമ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് അല്ലാഹു തആല നൽകിയത് മുഴുവൻ നമ്മൾക്ക് ചിലവ് ചെയ്യാൻ കഴിയണം. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ മരണം നമ്മളിലേക്ക് വരുമ്പോൾ ആ മരണം വരുന്ന മനുഷ്യൻ പറയും, എന്റെ റബ്ബേ, ഒരു നിശ്ചിതമായ അവധിയിലേക്ക് മരണത്തിൽ നിന്നും എന്നെയൊന്ന് പിന്തിപ്പിച്ചു തന്നാൽ ഞാനിനി ധാരാളമായി ധർമ്മം ചെയ്യാം, അതുപോലെ തന്നെ സൽവൃത്തരിൽ ഉൾപ്പെടാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യാമെന്ന്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, ഒരാത്മാവിനെയും അതിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്പം പോലും പിന്തിപ്പിക്കുന്ന പ്രശ്നമേയില്ല എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായി അറിയുന്ന അല്ലാഹു ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയണം. അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം. നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പോ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന നമ്മൾ ഒന്നും കൊണ്ടല്ല വന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട് തന്റെ പക്കലുള്ളതെല്ലാം താൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ വീമ്പ് പറയുന്ന മനുഷ്യർ സമൂഹത്തിലുണ്ട്. പക്ഷെ അതിനുള്ള ഉദവിയും കഴിവുമൊക്കെ നൽകിയത് ആരാണ്? അല്ലാഹുവല്ലേ. അധ്വാനിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ അവർ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്നില്ലല്ലോ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന പരിധിയിൽ മാത്രം ലഭിക്കുന്നുവെന്നതാണ് ഈ ദുനിയാവിന്റെ അവസ്ഥ.
പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു അമാനത്താണ്, ഒരു പരീക്ഷണമാണ്. ഇല്ലായ്മയും വല്ലായ്മയും പോലെ തന്നെ മറ്റൊരു പരീക്ഷണമാണ്. കാരണം അല്ലാഹു തആല സൂറത്തുൽ ഫജ്റിലെ 15-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ അവനെ അല്ലാഹു തആല പരീക്ഷിച്ചാൽ അവന് കുറെ ആദരവ് നൽകുകയാണ്, അനുഗ്രഹങ്ങൾ നൽകുകയാണ്. അപ്പോൾ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ ഭൗതിക ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനെ അല്ലാഹു തആല പരീക്ഷണമായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്നാൽ മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. അവന്റെ റിസ്ഖ്, അവന്റെ ഉപജീവന മാർഗം, ഭൗതിക വിഭവങ്ങൾ അതൊന്ന് പരിമിതപ്പെടുത്തിയാൽ മനുഷ്യൻ പറയും, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ നമ്മൾ തിരിച്ചറിയണം, നമ്മളുടെ ജീവിതത്തിലെ ഇല്ലായ്മയെയും ഞെരുക്കത്തെയും നന്മയുടെ അവസ്ഥയെയും എല്ലാം പരീക്ഷണമായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ നമ്മൾ തിരിച്ചറിയണം, ദാരിദ്ര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും രണ്ടവസ്ഥകളും മനുഷ്യന് മുമ്പിലെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഈ രണ്ടവസ്ഥകളിലും തന്റെ രക്ഷിതാവിന്റെ പ്രീതിമാർഗത്തിൽ ഉറച്ചുനിന്ന് അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിതം നയിക്കുക എന്ന പരീക്ഷണം. ദുനിയാവിന്റെ കനക സൗന്ദര്യങ്ങളിൽ വഞ്ചിതരായി കണ്ണഞ്ചിപ്പോവാതിരിക്കാൻ നമ്മൾക്ക് മുമ്പിൽ അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുള്ളതായ പരീക്ഷണം. കാരണം ഖുർആൻ പറഞ്ഞത്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. തീർച്ചയായും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും അതിന് അലങ്കാരമാക്കി നാം നിർണയിച്ചിട്ടുണ്ട്. ആരാണ് അവരിൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുക എന്നുള്ളത് നാം അവരെ പരീക്ഷിച്ചറിയാൻ വേണ്ടി. അതെ, നാം കാണുന്ന സർവ്വ സൗഭാഗ്യങ്ങളും നമ്മളെ പരീക്ഷിക്കാനുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് അത് നമ്മളുടെ റബ്ബ് പരിശോധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ ദുനിയാവിലെ ജീവിതവും ഇവിടെയുള്ള വിഭവങ്ങളുടെ ആസ്വാദനവും ഇവിടെയുള്ള എല്ലാ അവസ്ഥകളുമെന്ന് ഖുർആൻ ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.